ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ 24 മണിക്കൂറിനിടെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 71 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. സഹായം കാത്തുനിന്നവർക്ക് നേരെയും ആക്രമണം നടന്നതായി റിപ്പോർട്ട്. അനേന സതീഷാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അനേന, മനസാക്ഷി മരവിപ്പിക്കുന്ന ആക്രമണ വാർത്തകളാണ് ഏതായാലും പലസ്തീനിൽ നിന്ന് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, 24 മണിക്കൂറിനിടെ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് 71 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ തന്നെ ഗാസയിലേക്ക് സഹായം എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവശ്യ വസ്തുക്കൾ അടങ്ങിയ, അതായത് ഭക്ഷണം, വസ്ത്രങ്ങൾ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ സഹായങ്ങൾ എത്തിച്ച ട്രക്കിന് അരികിലേക്ക് ഒരുപാട് ആളുകൾ സഹായം വാങ്ങുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കിടയിലേക്കും ആക്രമണം നടന്നു എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് 71 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ലക്ഷ്മി. അനേന സതീഷാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.